എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും തന്നെ 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിത് ഇഡ്ഡലി പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മറ്റേ കേക്ക് ഉണ്ടാക്കാനായിട്ട് പാത്രങ്ങളില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് കേക്ക് ഉണ്ടാക്കാണ്ടൊക്കെ ഇരിക്കണവർ ആദ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ടേസ്റ്റൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇഡ്ഡലി തട്ട് പിന്നെ എല്ലാ വീട്ടിലും കാണുമല്ലോ. അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഗോതമ്പ് പൊടിയും കാപ്പിപ്പൊടിയൊക്കെ വെച്ചിട്ട് ഹെൽത്തി ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായമൊക്കെ പറയാൻ മറക്കരുതേ. അപ്പോൾ നമുക്കെന്നാൽ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ ഏറ്റവും മുകളിൽ വരുന്ന ആ ഒരു തട്ടാണ് എടുക്കേണ്ടത്. അതിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ താഴെയുള്ളതിലൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഈ ഒരു തട്ടിൽ നിന്ന് വരുന്ന വെള്ളം അതിലേക്ക് വീഴുമ്പോൾ ആ ഒരു കേക്കിൽ നനവ് പോലെ വരും. അപ്പോൾ നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഓരോ തട്ടിലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കണം കേട്ടോ. എൻ്റെ ഇതിനിപ്പോൾ 7 കുഴികളുള്ളതുകൊണ്ട് എനിക്ക് പിന്നെ ഇത്രയും തന്നെ മതിയായി. ഒരു ട്രിപ്പിന് തന്നെ കഴിഞ്ഞു. ഇത്രയ്ക്കാണ് ഞാൻ പറയുന്ന ഈ ഒരു അളവ്. അപ്പോൾ 1 ഗ്ലാസ് പൊടിക്കാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ തടവിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൻ്റെ മൂടി എടുക്കുക. എന്നിട്ട് അതിനെ ഏതെങ്കിലും ഒരു കിച്ചൺ ടവൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഒരു ടവൽ മുമ്പ് കഴുകി ഉണക്കി എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചോളൂ കേട്ടോ. ഇത് വീഴാൻ പാടില്ല. അപ്പോൾ നമുക്ക് അധികം കട്ടിയുള്ളത് എടുത്താൽ ചിലപ്പോൾ അടയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു തോർത്തിൻ്റെ സ്റ്റഫിലുള്ളതാണെങ്കിൽ കൂടുതൽ നല്ലത്. എന്തായാലും കോട്ടൻ്റെ എടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുമ്പോൾ ആ ഒരു ആവി വെള്ളം കേക്കിലേക്ക് വീണിട്ട് നനയാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലും മുട്ടയിലൊന്നും വെള്ളം നനവ് ഉണ്ടാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 7 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 6 7 നിങ്ങളുടെ ഇഷ്ടത്തിന് മധുരത്തിന് ഇഷ്ടം അനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊരു 3 മിനിറ്റ് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. 4 5 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അധികം ഇളക്കണ്ട. ഓയിൽ നന്നായിട്ടൊന്ന് ഈ ഒരു മിക്സിനോട് യോജിച്ച് വരണം. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലേക്ക് ഈ ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പൊടിയാണ്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഏവറേജ് വലുപ്പത്തിലുള്ള 1 ഗ്ലാസ് കേട്ടോ. അതിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറയാൻ വിട്ടതാണ്. അത് നിങ്ങൾ ചേർത്തോളൂ കേട്ടോ. ഇനി നമുക്കിത് ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കേക്ക് നന്നായിട്ട് വരില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ കുറച്ച് കട്ടി പോലെ വരും. അപ്പോൾ നമുക്ക് പാല് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പാലും കുറച്ച് കാപ്പിപ്പൊടിയും കൂടിയിട്ട് സാധാരണ കാപ്പിപ്പൊടിയും കൂടി ഒന്ന് തിളപ്പിച്ച് ചൂടാറി എടുത്തിട്ടുള്ളതാണ്. അരിച്ചെടുക്കണം കേട്ടോ. സാധാരണ കാപ്പിപ്പൊടി ആകുമ്പോൾ അരിച്ചെടുക്കണം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പാത്രത്തിലിട്ട് മിക്സ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ തിളയ്ക്കുന്ന സമയത്ത് കാപ്പിപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചാൽ മതി ചെയ്യണ സമയത്ത്. അപ്പോൾ ബാക്കിയുള്ള പൊടിയും കൂടെ ഇതിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഓവർ മിക്സ് ആക്കരുത്. പാകത്തിന് കറക്റ്റ് മിക്സ് ആയി കഴിഞ്ഞാൽ അപ്പോൾ നിർത്തുക കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഇത് ആയി വരുമ്പോഴേക്കും അത് ചൂടായി വരുമല്ലോ. ഇനി ലാസ്റ്റായിട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുക. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ, അപ്പോൾ ചെറിയ സ്പൂണാണ് കേട്ടോ, ചെറിയ സ്പൂണിൽ ഒരു 2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് നമുക്ക് ഈ ഒരു ബാറ്ററിൽ ചേർത്ത് കൊടുക്കാം. അപ്പോഴേ നന്നായിട്ട് പൊന്തുള്ളൂ. അപ്പോൾ വിനാഗിരി ഇല്ലെങ്കിൽ നമ്മുടെ നാരങ്ങ നീരായാലും മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഇഡ്ഡലി തട്ടിലേക്ക് ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ആ ഒരു കുഴിയിൽ ഒഴിക്കേണ്ട. അപ്പോൾ പൊന്തി വരുമ്പോൾ അത് ഫില്ലാവുമല്ലോ. അതുകൊണ്ട് ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചാൽ മതി. ഒരു 2 ടേബിൾ സ്പൂണോളം മതിയാവും. അപ്പോൾ നിങ്ങളുടെ തട്ടിൽ ഇത്രയ്ക്കും കുഴികളില്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ചെയ്തെടുക്കണം കേട്ടോ. എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനാണ് ഞാനിങ്ങനെ ഒരു ടൂത്ത് പിക്ക് വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുന്നത്.
നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചിങ്ങനെ പീസാക്കിയിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ ഓപ്ഷണലാണ്. ഇനി നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് ആദ്യത്തെ 3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേവിക്കാം. ഒരു 10 മിനിറ്റിൽ ഇത് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ തുറന്ന് നോക്കിയാൽ മതി. കണ്ടോ, ഇങ്ങനെ ടവിൽ വെച്ചുകൊണ്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും വീഴാണ്ട് നല്ല സൂപ്പറായിട്ട് നമ്മുടെ കേക്കുകൾ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തിട്ട് നമുക്ക് പുറത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ കേക്കുകൾ ഒരുവിധം തണുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് തണുത്തിട്ടില്ല, എന്നാലും ഞാനിത് പുറത്തെടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. വളരെ സിമ്പിളല്ലേ, 10 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് കേക്ക് കഴിക്കണം തോന്നിയാൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ, ഇതിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ഹസ്ബൻഡും മോനൊക്കെ കൂടിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ലഡുവിൻ്റെ വീഡിയോ. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എന്നോട് വരാൻ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഒരു ദിവസം ഞാൻ വരാം കേട്ടോ, പെട്ടെന്ന് തന്നെ. അപ്പോൾ എന്തായാലും വരാം. ഇനി ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്